ഒരു അറബി സാഹിത്യ ചരിത്രത്തിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട താരിഖുൽ അദബുൽ അറബിയിലെ മോഡേൺ കാലഘട്ടത്തെ അറബി സാഹിത്യത്തിൻ്റെ ചരിത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിലുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ മുൻകാലങ്ങളിൽ വന്നിട്ടുള്ള എക്സാമുകളിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ഓപ്ഷൻസും മുമ്പ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ അതിൻ്റെ ആൻസേഴ്സ് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ ആഡായിട്ടുള്ള ഡീറ്റെയിൽസ് കൂടി ഇതിനോടുകൂടെ ആഡ് ചെയ്ത് നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ചില ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ കിടക്കുക. മൻഹുവ ഷായറുൽ അബ്ബാസി അൽ ഇറാഖി. അബ്ബാസി കാലഘട്ടത്തെ ഇറാഖിലുണ്ടായിരുന്ന ഒരു സാഹിത്യകാരൻ. അദ്ദേഹം വേറെ ഓപ്ഷൻസൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഓപ്ഷൻസാണ് അബു തയ്യിബുൽ മുത്തനബിയാണ് അദ്ദേഹം. പക്ഷേ അബു തയ്യിബുൽ മുത്തനബി അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്. നമുക്ക് ഓപ്ഷൻസിൽ നിന്ന് ഇത് കിട്ടിയതാണ്, അല്ലാത്ത കവികളും വരാൻ സാധ്യതയുണ്ട്. ഏതായാലും നമ്മുടെ ഓപ്ഷനിൽ അബു തയ്യിബുൽ മുത്തനബിയാണ് ഏറ്റവും പ്രഗത്ഭനായ ഒരു ഇറാഖിൽ നിന്നുള്ള അബ്ബാസി കവികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ. അദ്ദേഹം കൂഫയിലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഫസാഹത്ത്, കവിതയിലുള്ള ഭാഷയിലുള്ള അദ്ദേഹത്തിൻ്റെ ഫസാഹത്തിലൊക്കെ അദ്ദേഹം അറിയപ്പെട്ടിട്ടുണ്ട്. അതിനോട് കൂടെ തന്നെ മാരിയെക്കുറിച്ചും പറയാനുണ്ട്. അബ്ബാസി കാലഘട്ടത്തിൽ തന്നെ ജീവിച്ചിട്ടുള്ള മറ്റൊരു കവിയാണ് അബുൽ അല മാരി. സുഹദ്, പരിത്യാഗ കവിതയിൽ ഏറ്റവും പ്രഗത്ഭനായ ഒരാൾ കൂടിയാണ് അബുൽ അല മാരി. ഓക്കെ, അതാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ളത്. അദ്ദേഹവും അബ്ബാസിയ കാലഘട്ടത്തിൽ ജീവിച്ചതാണ്, ഒരു ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തതാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട ചോദ്യം വരാറുള്ളത് അബു തയ്യിബുൽ മുത്തനബി ഏത് കാലത്താണ് ജീവിച്ചത്? അബ്ബാസിയ കാലഘട്ടത്താണ്. അദ്ദേഹം ജനിച്ച സ്ഥലം ചോദിക്കാം, കൂഫയിലാണ്. അദ്ദേഹം പ്രശസ്തനാണ്, അത് നമുക്കറിയാം. പിന്നെ അതുപോലെ തന്നെ അതേ കാലത്ത് ജീവിച്ചിട്ടുള്ള മറ്റൊരാളാണ് അബുൽ അല മാരി ഏത് കാലത്താണെന്ന് ചോദിച്ചാൽ അബ്ബാസി കാലഘട്ടത്താണ്. അദ്ദേഹം ഏത് തരം കവിതയിലാണ്, ഏത് തരം സാഹിത്യത്തിലാണ് പ്രശസ്തനായിട്ടുള്ളത്? സുഹദ്, അദ്ദേഹത്തിൻ്റെ പരിത്യാഗ സാഹിത്യത്തിലാണ്. അതായത് സുഹദ് നമുക്കറിയാലോ, ഓക്കെ, തസവൂഫ് പോലെയുള്ള ഒരു ഏരിയയാണ്. അദ്ദേഹം അതിലാണ് കൂടുതൽ ഗ്രന്ഥരചന നടത്തിയിട്ടുള്ളത് എന്നർത്ഥം. ഓക്കെ, നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ബിമാദാ ലുക്കിബ ഖലീൽ മത്രാൻ ഏത് പേരിലാണ് അറിയപ്പെട്ടിട്ടുള്ളത്? ഖലീൽ മത്രാൻ അറിയപ്പെട്ടിട്ടുള്ളത് ഷാഇറുൽ ഖത്രൈൻ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹം മിസ്റിലും ലബനാനിലും കവിതകളുമായി സജീവമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അറിയപ്പെടുന്നത് ഷാഇറുൽ ഖത്രൈനാണ്. ആ രണ്ട് ഖത്രൈൻ എന്ന് വിശേഷിക്കപ്പെടുന്നത് ഒന്ന് ലബനാനും മറ്റൊന്ന് മിസ്റും ആണ്. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട, ഖലീൽ മത്രാനുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യമാണ്. അദ്ദേഹം റായിദുൽ മദ്രസത്തി റൊമാൻസിയ, റൊമാൻറ്റിക് കവിത സ്കൂളിൻ്റെ നേതാവ് കൂടിയാണ്. അറബി കവിതയിൽ റൊമാൻറ്റിസം കൊണ്ടുവന്നത് ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ്. ഇദ്ദേഹമാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കവി. ഓക്കെ, അദ്ദേഹം തജ്ദീദ്, അദ്ദേഹം കവിതകളല്ല അറബി സാഹിത്യത്തിൻ്റെ പുതുക്കണം എന്ന് വാദിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ പുതിയ മോഡേൺ കാലഘട്ടത്ത് പ്രധാനപ്പെട്ട ഒരു കവി കൂടിയാണ് എന്നർത്ഥം. ഖലീൽ മത്രാൻ്റെ പേരാണ് ഷാഇറുൽ ഖത്രൈൻ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, മൻഹുവ മഹ്മൂദ് ദർവീഷ് ആരാണെന്നാണ്. മഹ്മൂദ് ദർവീഷ് ഒരു ഫലസ്തീൻ കവിയാണ്. നമ്മൾ നൽകിയിട്ടുള്ള ചോദ്യങ്ങളിൽപ്പെട്ട ഒരു ഇതാണ്, ഫലസ്തീൻ കവിയാണ് അദ്ദേഹം. ഫലസ്തീനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം തന്നെയാണ്. അദ്ദേഹം ഫലസ്തീനിൻ്റെ മോചനത്തിന് വേണ്ടി ഒരുപാട് സംസാരിച്ചിട്ടുള്ള ആളും കൂടിയാണ്. റംസിയായിട്ടുള്ള, വത്തനിയായിട്ടുള്ള, രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള കവിതകളൊക്കെ അദ്ദേഹം ഒരുപാട് രചിച്ചിട്ടുണ്ട്. മഹ്മൂദ് ദർവീഷുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ ഇങ്ങനെയായിരിക്കും വരിക.
ഓപ്ഷൻസ് തന്നിട്ട് ഡീറ്റെയിൽസ് തന്നിട്ട് ഇത് ഏത് കവിയുടെ ഡീറ്റെയിൽസ് ആണ് എന്ന് ചോദ്യം വരാറുണ്ട്. ഓക്കെ, ഒരുപാട് ഭാഷയിലേക്ക് അദ്ദേഹത്തിൻ്റെ കവിതകൾ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നർത്ഥം. ആബിറൂന ഫി കലാമി ആബിർ എന്ന ഒരു കവിത അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായൊരു കവിതയാണ് മായസ്തൈക്കുൽ ഹയാത്ത് എന്നും മറ്റൊരു കവിത അദ്ദേഹത്തിനുണ്ട്. ഒരുപാട് സാഹിത്യത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഭാഷയിലേക്ക് അദ്ദേഹത്തിൻ്റെ സാഹിത്യം ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കുംലിൽ മുഅല്ലിമി വഫീഹി തബ്ജീല കാതൽ മുഅല്ലിമായി യകൂന റസൂല എന്നൊരു കവിതയുണ്ട്. ഇത് നമ്മൾ ഈ അധ്യാപക ദിനത്തിലൊക്കെ ടീച്ചേഴ്സ് ഡേക്കൊക്കെ വളരെ സ്റ്റാറ്റസൊക്കെ ആയിട്ട് വരാറുണ്ട്. അപ്പോൾ ഇത് ആരാണ് രചിച്ചത്? അഹമ്മദ് ഷൗക്കിയാണ്. അഹമ്മദ് ഷൗക്കിയുടെ പ്രശസ്തമായൊരു കവിതയാണ്. അഹമ്മദ് ഷൗക്കി അമീർ ഷുറായ് ഫി അസ്റുൽ ഹദീസ് എന്ന കാറ്റഗറിയിൽപ്പെട്ടത്. അമീർ ഷുറായ് വേറെയുണ്ട്. അമീർ ഷുറായ് ഫി അസ്റുൽ ജാഹിലിയ ആണെങ്കിൽ നമുക്ക് ഇംറുൽ ഖൈസിനെ പറയാൻ പറ്റും. ഇത് അമീർ ഷുറായ് ഫി അസ്റുൽ ഹദീസാണ്. ആരാണ്? അഹമ്മദ് ഷൗക്കിയാണ്. അഹമ്മദ് ഷൗക്കി മിസ്റുകാരനാണ്. മിസ്രിയായിട്ടുള്ള കവികൾ ഇപ്പം നമ്മൾ നേരത്തെ ഒരു ഫലസ്തീൻ കവിത തന്നു. കുറച്ച് കവികളുടെ പേര് തന്നിട്ട് ഇതിൽ മിസ്റിൽപ്പെട്ട ആരാണെന്ന് ചോദിക്കാം, ഇതിൽ ഫലസ്തീനിൽപ്പെട്ട ആളാരാണെന്നൊക്കെ ചോദിക്കാൻ പറ്റും. അദ്ദേഹത്തിൻ്റെത് അഹമ്മദ് ഷൗക്കിയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ആണ് ഇത്. ഷൗക്കിയുമായി ബന്ധപ്പെട്ട് ധാരാളം ചോദ്യങ്ങൾ ഇങ്ങനെ വരാറുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസൊക്കെ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ റിസർച്ച് ചെയ്ത് കണ്ടെത്തുമല്ലോ. അദ്വനീസ് എന്ന് പറയപ്പെടുന്ന ആളാരാണ്? മൻഹുവ അദ്വനീസ്. നമ്മൾ അഡോണിസ് എന്നൊക്കെ പറയപ്പെടും. അലി അഹമ്മദ് സഈദ് എന്ന കവിയാണ്. ആധുനിക കാലത്ത് തന്നെ ജീവിച്ചിട്ടുള്ളൊരു കവിയാണ്. അദ്ദേഹത്തിന് കുമാരനാശാൻ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചോദ്യം ഇങ്ങനെയാണ്, പേരാണ് പ്രധാനമായിട്ടും വരാറുള്ളത്. പിന്നെ അസ്റുൽ ഹദീസിൽ ജീവിച്ചിട്ടുള്ള ആൾ കൂടിയാണ് എന്നതൊരു ഡീറ്റെയിലാണ്. മൻ റായിദ് മദ്രസത്തിൽ ഇഹ്യാ വൽ ബാസ്. ഇഹ്യാ വൽ ബാസിൻ്റെ റായിദായി അറിയപ്പെടുന്നത് ആരാണെന്ന് ചോദ്യമുണ്ട്. മഹ്മൂദ് സാമി അൽ ബാറൂദിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഇഹ്യാ ഷെയ്റുൽ അറബി ബഅദ ഫത്രത്തി മിന റുക്കൂദ്. ഫത്രത്ത് റുക്കൂദിൻ്റെ ശേഷം, അതായത് അറബി സാഹിത്യം തളർന്നതിന് ശേഷം അതിനെ പുനർജീവിപ്പിക്കാൻ വേണ്ടി പണിയെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് മഹ്മൂദ് സാമി അൽ ബാറൂദി എന്നൊക്കെ നമ്മൾ ഈ അറബി സാഹിത്യം പഠിക്കുന്ന ആളുകൾക്കൊക്കെ നല്ല ഓർമ്മയുള്ള പരിചയമുള്ള ഒരു പേര് കൂടിയാണ്. ഇങ്ങനെ ചോദ്യമുണ്ട്. ഈ കാലഘട്ടത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഇദ്ദേഹം തന്നെയാണ്. ഇഹിയാ ഷെയ്റുൽ അറബി ബഅദ ഫത്രത്തി മിന റുക്കൂദ് വൽ അവദത്തി ഇല ഖുവ്വത്തിൽ അസാലിബിൽ ഖദീമത്തി വൽ ഫസാഹത്തിൽ അറബിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറബിയുടെ ഏറ്റവും ഭംഗി, ഫസാഹത്ത്, സ്പഷ്ടമായ അറബി ഉപയോഗിച്ച് തുടങ്ങിയത് ഇദ്ദേഹം തന്നെയാണ് എന്നർത്ഥം. അതുകൊണ്ടാണ് അറബി സാഹിത്യത്തെ ജീവിപ്പിച്ച ആൾ എന്നൊക്കെ ഇതിന് പറയുന്നത്. ഓക്കെ. മഹ്മൂദ് സാമി അൽ ബാറൂദി അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരൻ കൂടിയാണ്. അദ്ദേഹം ഏത് രാജ്യത്തേക്കാണ്, ഏത് പ്രദേശത്തേക്കാണ് നാട് കടത്തപ്പെട്ടത് എന്നാണ് ചോദ്യം. നുഫിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട് കടത്തപ്പെട്ടത് എങ്ങോട്ടാണ്? ഇലായിന നുഫിയ മഹ്മൂദ് സാമി അൽ ബാറൂദി നുഫിയിലെ ജസീറത്തി സറദ്ദീപിലേക്കാണ് അദ്ദേഹം. സറദ്ദീപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ശ്രീലങ്കയാണ് സറദ്ദീപ് എന്നറിയപ്പെടുന്നത്. ജസീറത്ത് സറദ്ദീപ്, ശ്രീലങ്ക, ഇങ്ങനെയൊക്കെ ഓപ്ഷൻസ് വന്നാലൊക്കെ ഇദ്ദേഹം തന്നെയാണ്. ഈ ചോദ്യം എപ്പോഴും വരാറുള്ള ചോദ്യമാണ്. അതുകൊണ്ടാണ് ഇത് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം കവിത അവിടെ വെച്ചിട്ടും രചിച്ചിട്ടുണ്ട് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു. ഒരുപാട് വർഷം അവിടെ ജസീറത്ത് സറദ്ദീപിൽ അദ്ദേഹം കഴിച്ചു കൂട്ടിയിട്ടുണ്ട് എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ ചരിത്രം നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. മൻ അലഫ അബസുൽ അഖ്താർ ആരാണ് രചിച്ചത്? വളരെ പ്രധാനപ്പെട്ട ഒരു നോവലാണ് അബസുൽ അഖ്താർ. നജീബ് മഹ്ഫൂദ് ആണ് അദ്ദേഹം രചിച്ചിട്ടുള്ളത്. നജീബ് മഹ്ഫൂദ് എപ്പോഴും പറയപ്പെടുന്നത് നമുക്കറിയാം, അദ്ദേഹം നൊബേൽ സമ്മാനം ലഭിച്ചിട്ടുള്ള അറബി കവിയാണ്.
അദ്ദേഹം ഒരുപാട് നൊബേൽ സമ്മാനം രചിക്കാൻ കാരണമായ ഒരുപാട് ഗ്രന്ഥങ്ങളൊക്കെ രചിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഹഫ്സുൽ അഖ്താർ. അദ്ദേഹത്തിൻ്റെ റിവായത്താണ്. അദ്ദേഹം റിവായത്ത്, ഖിസ്സത്ത് അതുപോലെയുള്ള ഒരുപാട് കാറ്റഗറി ഉണ്ട്. നമുക്ക് ഓപ്ഷൻസ് തരാം. ഏത് മേഖലയിലാണ് ഫി ഐ ഫന്നിൻ ഇസ്തഹറ നജീബ് മഹ്ഫൂദ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും റിവായത്ത്. അദ്ദേഹം റിവായത്ത് നോവലിലാണ് അദ്ദേഹം പ്രശസ്തനായിട്ടുള്ളത്. അദ്ദേഹത്തിന് നൊബേൽ സമ്മാനം കിട്ടിയ വർഷം ചോദ്യം വരാറുണ്ട് 1988. അദ്ദേഹം പുതിയ കാലത്ത് ജീവിച്ച ആളാണ് എന്ന് നമുക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. 30ഓളം നോവലുകൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായത് ഹഫ്സുൽ അഖ്താർ തന്നെയാണ്. പിന്നെയും ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്, അതൊക്കെ നിങ്ങൾ ഒന്ന് റെഫർ ചെയ്ത് കണ്ടെത്തുക. നജീബ് മഹ്ഫൂദുമായി ബന്ധപ്പെട്ട ഈ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആയിട്ട് പഠിക്കുന്നത് കൊണ്ടുള്ള ഉപകാരം നിങ്ങൾക്ക് കൂടുതൽ ഡാറ്റകൾ ഇതുമായി ആഡ് ചെയ്ത് മനസ്സിലാക്കുന്നതാണ്. ഒരാളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നതിനപ്പുറം ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആയിട്ട് പോകുന്നതില്ല. ഞാനിപ്പോൾ ഈ പറഞ്ഞ ഡീറ്റെയിൽസൊക്കെ, ഞാനിപ്പോൾ ഈ പറഞ്ഞ എല്ലാ പോയിൻറ്റ്സും എക്സാമിന് മുൻകാലങ്ങളിൽ വന്നിട്ടുള്ള ചോദ്യം കൂടിയാണ്. ഇപ്പോൾ പല രൂപത്തിലും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടെന്നുള്ളത് നിങ്ങൾക്കറിയാം. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും ഈ ഏറ്റവും പ്രാഥമികമായി ഈ പോയിൻ്റെങ്കിലും ഏറ്റവും പ്രധാനമായിട്ടും നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, നെക്സ്റ്റ് മൻഹുവ ഹാഫിൽ ഇബ്രാഹിം. ഹാഫിൽ ഇബ്രാഹിം ആരാണ് എന്നാണ്. മിസ്റിലുള്ള ഒരു കവിയാണ് അദ്ദേഹം, ഹാഫിൽ ഇബ്രാഹിം. നമുക്ക് ഹാഫിൽ ഇബ്രാഹിമായി ഷാഇർ നീൽ എന്നറിയപ്പെടുന്ന ഏറ്റവും പ്രശസ്തനായ മിസ്റിലുള്ള ഒരു പ്രധാനപ്പെട്ട കവിയാണ് അദ്ദേഹം. ഷാഇർ നീൽ എന്ന് പറയപ്പെടുന്നത് മിസ്റിലുള്ള ആളുകൾക്ക് വേണ്ടി, അവിടെയുള്ള ഷുബക്ക് വേണ്ടിയിട്ടൊക്കെ അദ്ദേഹം നന്നായിട്ട് സംസാരിച്ചിരുന്നു. അതിന് വേണ്ടിയിട്ടൊക്കെ അവിടുത്തെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യുന്നു, അദ്ദേഹം സംസാരിച്ചിരുന്നു. ഓക്കെ, സാമൂഹികമായ കാര്യങ്ങളിലാണ് അദ്ദേഹത്തിൻ്റെ കവിതകൾ ഏറ്റവും പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്തിരുന്നത്. അൽ ഇജ്മായി, സാമൂഹിക കവികൾ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും എഴുതിയിട്ടുള്ള കവി ആരാണെന്ന് ചോദിച്ചാൽ ഹാഫിൽ ഇബ്രാഹിം. ഞാനിപ്പോൾ പറഞ്ഞ പോയിൻ്റൊക്കെ എക്സാമിൽ വന്നിട്ടുള്ള പോയിൻ്റ് തന്നെയാണ്. അത് മാത്രമാണ് നമ്മൾ ഇതിൽ കൂടെ ഈ പോയിൻ്റിൽ ഈ സ്ലൈഡിൽ ആഡ് ചെയ്യുന്നുള്ളൂ എന്നർത്ഥം. ഓക്കെ, ഒരുപാട് ഡീറ്റെയിൽസ്. ഈ അറബി സാഹിത്യ ചരിത്രം എന്നത് വളരെ വിശാലമായൊരു കാര്യം കൂടിയാണ്. അപ്പോൾ മിസ്റിലുള്ള കവിയാണ് അദ്ദേഹം. ഷാഇറുൻ മിസ്രിയും, ഷാഇറുൻ നീൽ എന്ന് അറിയപ്പെടുന്നത് ഹാഫിൽ ഇബ്രാഹിമാണ്. ഒരുപാട് തവണ ആവർത്തിച്ച് വെച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് നമുക്ക് കവർ ചെയ്യാനുള്ളത്. മറ്റു ഡീറ്റെയിൽസ് നെക്സ്റ്റ് മറ്റൊരു കാലത്തെ സാഹിത്യ ചരിത്രവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും മറ്റുമൊക്കെ ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഇതുവരെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ബെസ്റ്റ് ഓഫ് ലക്ക്.